ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞണ്ട് കുറുമ ഉണ്ടാക്കിയതാണ്. നല്ല ഞണ്ടാണ്, പുതിയ ഞണ്ടാണ്, നല്ല ഇടത്തരം ഞണ്ട്. അത് കൈയും കാലെല്ലാം കുറച്ചൊന്ന് വെട്ടിക്കൊടുത്ത്, മുഴുവനായിട്ട് വെട്ടിയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ വേസ്റ്റെല്ലാം മാറ്റി നല്ല കഴുകി വൃത്തിയാക്കി. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മൂപ്പിച്ചിട്ടുള്ള മണം ഉണ്ടല്ലോ, അത് വരട്ടെ. ആ മണം വരുന്ന സമയത്ത് നമുക്ക് വലിയ ഉള്ളി, 2 വലിയ ഉള്ളി അത് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഒരു ഇടത്തരം വലിപ്പമുള്ള വലിയ ഉള്ളി അത് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്, അത് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി ഉപ്പ്, വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കാന്താരി മുളക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച കുരുമുളക് മസാലപ്പൊടിയുണ്ട്, അത് ചേർത്ത് കൊടുത്ത് 1 സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഓരോ ടീസ്പൂൺ അളവാണ്. പിന്നെ സാധാ മുളക് ചേർത്ത്, കായ്മുളക് ചേർത്തിട്ടുള്ള ഒരു മസാലയുണ്ട്, അത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ചിക്കൻ കറിയെല്ലാം വെക്കാൻ ചിക്കൻ, പിന്നെ നമ്മൾ പച്ചക്കറിയെല്ലാം വെക്കുമ്പോൾ അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ഏകദേശം നല്ലോണം വെറുതെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് ഞണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളി വെള്ളത്തിൽ തന്നെ ആ ഞണ്ടിന് നമ്മൾ മെല്ലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അതായത് ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് അത്രയേ വേണ്ടൂ, കൂടുതൽ വെക്കണ്ട. ഒട്ടും വെള്ളമില്ലാണ്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. നല്ല രസമാണ്. നമ്മൾ ചപ്പാത്തിയോ ചോറോ അല്ലെങ്കിൽ ദോശക്കോ പത്തിരിക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്.